നമ്മുടെ ഈ വിവിധ മതങ്ങളുണ്ട് ഈ ലോകത്ത്. അവരൊക്കെ പച്ചയ്ക്ക് പറയാം, അവർ പ്രസവിച്ച് കൂട്ടുക. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. 5-6 പിള്ളേരൊക്കെയാ. ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ താറാവിനെ കൊണ്ടുവരുന്ന പോലെ, പണ്ട് താറാവിനെ കൊണ്ടുവന്ന വയലിൽ കൊണ്ടുപോയി കണ്ടിട്ടുണ്ടോ? റോഡിൽ കൂടെയൊക്കെ താറാവിനെയും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. അതുപോലെ ഹോട്ടലിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരിക. അവർക്ക് വെളിപ്പാട് കിട്ടി. അബ്രഹാമിനോട് പറഞ്ഞ, നീ സന്താന പുഷ്ടിയാൽ ലോകത്ത് പരക്കും, ഭൂമിയെ അവകാശമാക്കും. ആ വെളിപ്പാട് അവർക്കുണ്ട്. പക്ഷേ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു അകത്തുണ്ട്, കർത്താവിനെ സേവിക്കുന്നത്. പക്ഷേ ചിലർക്ക് ആർക്ക് എന്ത് വേണ്ട? കുഞ്ഞുങ്ങളെ വേണ്ട. എന്തു പറ്റി? 2 വർഷം കഴിഞ്ഞിട്ട് അടിച്ച് പൊളിച്ചിട്ട് കുഞ്ഞുങ്ങളെ മതി, അല്ലെങ്കിൽ ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആകട്ടെ, എന്നിട്ട് കുഞ്ഞുങ്ങൾ മതി. ശാപവാക്കുകൾ പറയരുത് ഇനി മേലാൽ. കുഞ്ഞുങ്ങളില്ലാത്തവർ എത്ര പേരാ വിളിക്കുന്നേ. 20-25 വർഷങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുനീരില്ല, കരഞ്ഞ് ഒരു കുഞ്ഞുകാല് കാണാൻ, ഒരു കുഞ്ഞിൻ്റെ മുഖം കാണാൻ, ഒരു തലമുറയ്ക്ക് വേണ്ടി എത്രയോ ജീവിതങ്ങൾ, എത്രയോ ഫാമിലികളെ പ്രാർത്ഥിക്കുന്നേ. വായിൽ ഒരു വാക്ക് പോലും നിസ്സാരമായ ശാപവാക്കുകൾ പറയരുത്. നവദമ്പതിമാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, കുറഞ്ഞത് ഒരു 7 പിള്ളേരെങ്കിലും വേണം. പരക്കട്ടെ, ചിരിക്കുക. സത്യമാണ് ഞാൻ പറയുന്നത്. ട്രിവാൻഡ്രത്ത് എനിക്ക് പരിചയമുള്ളൊരു പാസ്റ്ററുണ്ട്. പാസ്റ്ററിന് 7 പിള്ളേരാ. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോങ് ഞാൻ പ്രോഗ്രാമിങ് ചെയ്തു. സ്റ്റുഡിയോയിൽ പാടാൻ കൊയർ വേണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ കുറേ പിള്ളേർ കയറി വരുന്നു സ്റ്റുഡിയോയിൽ. മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അവസാനം അറിഞ്ഞത് ഈ പാസ്റ്ററിൻ്റെ പിള്ളേരാ, കൊയറാ. 7-8 പേരിങ്ങനെ നിരന്ന് നിൽക്കുക സ്റ്റുഡിയോയ്ക്കകത്ത്. ഭയങ്കര സന്തോഷം തോന്നി. പാസ്റ്ററിന് സമാധാനത്തോടെ മരിക്കാം. ഈ ജനറേഷൻ എവിടെയൊക്കെ പരക്കുമെന്നറിയാവോ? 1 കൊണ്ട് നിർത്തരുത്, 2 കൊണ്ട് നിർത്തരുത്. എൻ്റെ ഉപദേശമാണ്. മിനിമം ഒരു 5 എണ്ണമെങ്കിലും വേണം. കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പുലർത്താൻ ശക്തനാണ്. അവരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർക്കും പറയുകയാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഉദരത്തെ ദൈവം തൊടാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ദേശത്ത് ഭൂമിയിൽ പരക്കും.